ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയെ പോലുള്ള ഒരു വികസ്വര രാഷ്ട്രത്തിൽ അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന തട്ടിലുള്ള കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും വൻ വ്യവസായികളും മാത്രമല്ല, താഴെ തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾ, വരുമാനമൊന്നും ഇല്ലാത്തവർ, വൃദ്ധരായ ആളുകൾ, രോഗികൾ, കൂലിപ്പണിക്കാർ, അസംഘടിത തൊഴിലാളി വിഭാഗങ്ങൾ, ചെറിയ വ്യവസായ യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്നവർ, ചെറുകിട വ്യവസായികൾ ഈ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വൈവിധ്യമാർന്ന ഈ ജനസംഖ്യ അല്ലെങ്കിൽ ഈ രാഷ്ട്രം, അതിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സാമ്പത്തിക രംഗം എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ താഴേക്കിടയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള വിപണി, പിന്നെ ഇടത്തരം വിപണി, പിന്നെ മേൽത്തട്ടിലെ വിപണി എന്നിങ്ങനെ എല്ലാം ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ആളുകൾ, അവർ ഇടപഴകുന്ന മാർക്കറ്റ്, വിപണി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അത് ഇടത്തരക്കാരും എല്ലാം കടന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് മേൽത്തട്ടിലെ വിപണി ഉണ്ടാകുക. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇടപഴകുന്ന താഴെത്തട്ടിലെ വിപണിയിൽ അവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റ്, പലവ്യഞ്ജന മാർക്കറ്റ്, പിന്നെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ മാർക്കറ്റ്, ഇതൊക്കെയാണ് അവിടെ ഉണ്ടാകുക. എന്നാൽ അതും കഴിഞ്ഞ് ഇടത്തരം മാർക്കറ്റുകളും കഴിഞ്ഞ് മേൽത്തട്ടിലേക്ക് പോകുമ്പോഴാണ് വൻ വ്യവസായങ്ങൾ ഉൾക്കൊള്ളുന്ന വൻ വ്യവസായ ഉൽപ്പന്നങ്ങൾ, കാറുകൾ, മെഷീനറികൾ, അതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് ഉണർത്താൻ കഴിയുക അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാൻ കഴിയുക? കോവിഡ് കാലത്ത് ഇത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. കാരണം കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിൽ ജനങ്ങളെല്ലാം വീടുകളിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു. അവരുടെ വരുമാന സ്രോതസ്സുകളെല്ലാം നിലച്ചുപോയ ഒരു സമയം. സ്വാഭാവികമായിട്ടും എല്ലാവരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം. അപ്പോൾ ഒരു വിപണിയെ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ഉണർത്താം, എങ്ങനെ ഉത്തേജിപ്പിക്കാം? അപ്പോൾ ഇതിന് ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. കോവിഡ് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച ഒരു സമീപനം എന്ന് പറയുന്നത് മേൽത്തട്ടിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. മേൽത്തട്ടിലെ വൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക. കാറ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായം അല്ലെങ്കിൽ മെഷീനറികൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായം, അങ്ങനെ മേൽത്തട്ടിലെ വ്യവസായങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്തത് വളരെ നിസ്സാരമായ പലിശ നിരക്കിൽ വലിയ കോടിക്കണക്കിന് തുകകൾ ബാങ്കുകളുടെ കൺസോർഷ്യമൊക്കെ ഉണ്ടാക്കി ഈ ഉയർന്ന തട്ടിലെ ആളുകൾക്ക്, വ്യവസായികൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ മേൽത്തട്ടിനെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അന്ന് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. പക്ഷേ ഈ മേൽത്തട്ടിനെ ഉത്തേജിപ്പിക്കുമ്പോൾ ആ മേൽത്തട്ടുമായി ബന്ധമുള്ള ആ സമ്പദ് വ്യവസ്ഥയിൽ മാത്രമാണ് ഉണർവുണ്ടാകുക. കാരണം വലിയ മെഷീനറികളുടെയും കാറുകൾ പോലുള്ള വലിയ ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ഉപഭോക്താക്കൾ എന്ന് പറയുമ്പോൾ പൊതുവെ അത് ഇടത്തരക്കാരോ മേൽത്തട്ടിലുള്ളവരോ ഒക്കെ ആയിരിക്കും. പക്ഷേ അടിസ്ഥാന ജനവിഭാഗങ്ങൾ,
ആ തലത്തിലേക്ക് വരുന്നില്ല. അവരുടെ വിപണി എന്ന് പറഞ്ഞാൽ പച്ചക്കറി വിപണി, പലവ്യഞ്ജന വിപണി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഗവൺമെൻറ് ചെയ്ത ഈ ഉത്തേജക പരിപാടികൾ അല്പം പോലും താഴെത്തട്ടിലേക്ക് എത്തിയില്ല, അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് എത്തിയില്ല. ഞാനിത് പറയാൻ കാരണം, ഈ ഓണക്കാലത്ത് കേരളത്തിൽ 300 കോടി രൂപയുടെ കച്ചവടമാണ് നടന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 300 കോടി രൂപയുടെ കച്ചവടം നടന്നേ എന്ന് ചോദിച്ചാൽ, അത് മേൽത്തട്ടിലെ വ്യവസായങ്ങളെ സംരക്ഷിച്ചും അവർക്ക് ഉത്തേജകങ്ങൾ നൽകിയും അല്ല ഈ 300 കോടി രൂപയുടെ കച്ചവടം കേരളത്തിൽ ഈ ഓണക്കാലത്തുണ്ടായത്. ഒരുപക്ഷെ 2019 ശേഷം ഏറ്റവും സജീവമായ ഒരു ഓണവിപണിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു കച്ചവടം ഇവിടെ നടന്നതിൻ്റെ പ്രധാന കാരണം VD സതീശൻ ഗവൺമെൻറ് സ്വീകരിച്ച വ്യത്യസ്തമായ ഒരു സമീപനമായിരുന്നു. മേൽത്തട്ടിന് ഉത്തേജകങ്ങൾ കൊടുക്കാതെ, മേൽത്തട്ടിനെ വികസിപ്പിക്കാനോ വളർത്താനോ ശ്രമിക്കാതെ, അതേ നേരത്ത് അവരെ അവഗണിക്കാതെ താഴെ തട്ടിലേക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് പണം എത്തിക്കുക എന്നുള്ള ഒരു സമീപനമാണ് VD സതീശൻ ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ട ക്ഷേമ പെൻഷനുകൾ, അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട സബ്സിഡികൾ, കർഷകർക്ക് ലഭിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിൻ്റെ വിലകൾ അല്ലെങ്കിൽ അതിൻ്റെ കുടിശ്ശികകൾ, പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ തൊഴിലാളികൾക്ക് പെൻഷൻ, അവരുടെ ബോണസ് കൃത്യമായിട്ട് കൊടുക്കുക, അവർക്ക് ഉത്സവ ബത്ത, ഓണത്തിൻ്റെ ബത്ത കൊടുക്കുക, ഓണത്തിൻ്റെ അലവൻസ്, അങ്ങനെയെല്ലാം. അപ്പം അങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൈനിറയെ പണമുള്ള ഒരു ഓണക്കാലമാണ് ഈ കടന്നു പോകുന്നത്. ഇന്ന് 4ാം ഓണമാണ്. അപ്പോൾ VD സതീശൻ ഗവൺമെൻറ് കോവിഡ് കാലത്തെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച ആ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും ഈ 300 കോടി രൂപയുടെ ഒരു കച്ചവടം ഇവിടെ നടക്കില്ലായിരുന്നു. ആ 300 കോടിയിൽ തന്നെ 25% സബ്സിഡി കച്ചവടങ്ങളായിരുന്നു, സബ്സിഡി മാർക്കറ്റായിരുന്നു. മാവേലി സ്റ്റോർ തുടങ്ങി അതുപോലുള്ള സബ്സിഡി വിപണികൾ, അതിലൂടെ നടന്ന കച്ചവടമായിരുന്നു. 75% പൊതുവിപണിയായിരുന്നു. അവിടെയും ഗവൺമെൻറ്റിൻ്റെ ശ്രമഫലമായി വിലകൾ കുറച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പൊതുവിപണിയിൽ ജനങ്ങൾ ഇരച്ചു കയറി, സബ്സിഡി മാർക്കറ്റിലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് കിട്ടിയ പൈസ അവർ പൊതുവിപണിയിൽ ചെലവഴിച്ചു. അങ്ങനെ പൊതുവിപണി ഉണർന്നു. അങ്ങനെയാണ് 2019 ശേഷം ഏറ്റവും സജീവമായ ഒരു ഓണവിപണിയെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.